ഇന്ന് കിട്ടി. ഞങ്ങൾ അങ്ങനെ വണ്ടി പാർക്ക് ചെയ്തു. ഇത് മൾട്ടി ലെവൽ പാർക്കിംഗ്, അതിനല്ലേ ഇതിൻ്റെ പേര്. മണ്ടയ്ക്ക് പാർക്ക് ചെയ്തു. താണ്ട് റിവർ ഫ്രണ്ട് ഫ്ലവർ പാർക്ക്, അങ്ങനെയാണ് ഇതിൻ്റെ പേര്. നമുക്കിപ്പോൾ ഇവിടെ ഒരു ഓവർ ബ്രിഡ്ജ് കണ്ടായിരുന്നല്ലോ ഞാൻ. ഓവർ ബ്രിഡ്ജൊക്കെ ഉണ്ട് കേട്ടോ. ട്രാഫിക്കുണ്ടോ? അല്ല, ട്രാഫിക്ക് ഇവിടൊക്കെ വണ്ടി കാറുമായിട്ട് ഇറങ്ങുന്നവരെ സമ്മതിക്കണം. 2 വീലേഴ്സ് പിന്നെ എങ്ങനെയെങ്കിലും ഓട്ടയ്ക്കകത്തോടെ കയറി പോകുമെന്ന് പറയാം. ചെറിയ ഗ്യാപ്പ് കിട്ടിക്കഴിഞ്ഞാൽ. ഈ കാറിലൊക്കെ എങ്ങനെ പോകാനാ? ഞാൻ അവതാറായി കണ്ടോ. അത് കൊള്ളാം കേട്ടോ. ഈ ബ്രിഡ്ജ് വെച്ചത് എനിക്ക് ഇഷ്ടപ്പെട്ടു. കൊള്ളാല്ലേ? എന്താ ആഹാ, അത് കൊള്ളാം. ബാക്കിൽ കണ്ടോ ഞങ്ങളുടെ അവിടുത്തെ കോർണിഷ് ഇങ്ങനെ. അപ്പോൾ സ്റ്റെയർസും ഉണ്ടോ അതിൻ്റെ കൂടെ? നന്നായി പറഞ്ഞു, അല്ലെങ്കിൽ തട്ടി ഞാനിപ്പോൾ താഴെ വീണാനെ. യെസ്, അങ്ങനെ നമ്മൾ റിവർ ഫ്രണ്ടിലെത്തി. അകത്തോട്ട് പോയിട്ട് നമുക്ക് നോക്കാം. എന്താ ബ്രിഡ്ജാ? അട്ട ബ്രിഡ്ജ് ഇടാൻ ഞാൻ നന്നായി. അട്ടൽ. അവിടെ കയറാൻ ടിക്കറ്റ് വേണോ? നന്നായി. ഇവിടെ എല്ലാത്തിനും ടിക്കറ്റാണ് കേട്ടോ. എവിടെ റിവർ ഫ്രണ്ട് ഇറങ്ങാൻ ടിക്കറ്റ് ഇല്ല, പക്ഷെ അട്ടൽ ബ്രിഡ്ജ് കയറാൻ മാത്രം ടിക്കറ്റ് ഉണ്ട്. അട്ടൽ ബ്രിഡ്ജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രൗണ്ട് ഉണ്ടാക്കി വെച്ചിട്ട് ബോളും ബാറ്റിനും കാശ് വേണമെന്ന് പറയുന്ന പോലെ ഇവിടുന്ന് ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് താണ്ട അവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ട്. കണ്ട ആ ബ്രിഡ്ജിൽ നമുക്ക് കയറാം. കാല് വയ്ക്കാനുള്ള സ്ഥലമില്ല. ഇവിടെ കയറാൻ ടിക്കറ്റ് ഉണ്ട്. ടിക്കറ്റ് 50? ചിൽഡ്രൻസിന് ഇത് അട്ടൽ ബ്രിഡ്ജ് മാത്രം അഡൾട്ട് 50 ആണ്. പിന്നെ ഫ്ലവർ പാർക്കും അട്ടൽ ബ്രിഡ്ജും രണ്ടും ഒരുമിച്ച് 70 അഡൾട്ട്സിന്. ഫ്ലവർ പാർക്ക് ഇപ്പൊ ഉണ്ടോ? ഇല്ലല്ലോ. ഉണ്ട്, ലൈക്ക് പാർക്ക് പോലെ. ചുമ്മാ പാർക്ക് പോലെ. അതിനാണ് കാശ്. പാർക്കിൽ കയറാൻ കാശ് മേടിക്കുന്നത്. അങ്ങനെ സത്യം പറയാമല്ലോ, 50 രൂപയ്ക്ക് ഇത് വെർത്ത്ലെസ്സാണ് കേട്ടോ. അവിടെ വരെ പോവുക, അവിടെ പിന്നെ അങ്ങോട്ടൊന്നും ഇല്ല. അവിടെ പോവാ, തിരിച്ചു വരിക. ഇപ്പോഴാണ് കാശ് പോയടി. ഫ്രീ തന്നെ. ഓ, കുടിക്കാൻ വേണ്ടി വരുന്നോ? നൈസ്. ഓ, അസുഖമുണ്ട്. നന്നായി. അവർ 50 രൂപ മേടിക്കുന്നത്. ഓരോരുത്തർ കയറുമ്പോഴും 50 രൂപ വെച്ച് കൊടുക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉള്ളവർ തന്നെയാണ് ഈ ഒരു പണി ഉണ്ടാക്കിയത്. തിരക്കുണ്ട്. എന്നാലും 50 രൂപ കൊടുത്തിട്ടല്ലേ ഇവരെല്ലാം വരുന്നത്. ആ ഫാമിലിയൊക്കെ വരാൻ വേണ്ടി 200 രൂപയൊക്കെ കൊടുക്കേണ്ട വരുമല്ലോ. ഇവിടെ നോക്കാൻ കാണുന്നുണ്ട്.
ബ്രിഡ്ജിൽ നിന്ന് ഇറങ്ങി താഴോട്ട് പോവാണ്. പക്ഷെ 50 രൂപയ്ക്ക് ഇത് നഷ്ടമാണ് കേട്ടോ. വലിയ ഒന്നായിട്ടൊന്നും ഇല്ല. വെറുതെ ബ്രിഡ്ജിൽ വരാൻ 50 രൂപ കൊടുത്തിട്ട് കുറേ ഫോട്ടോസ് എടുക്കാൻ വേണ്ടി വരുന്ന പോലെ ആയിപ്പോയി. മുമ്പ് ഇത് ഫ്രീ ആയിരുന്നു. അത് ഇവിടെ ഉള്ളവർ ഈ കഴിച്ചിട്ട് തുപ്പുകയും കഴിച്ചിട്ട് ഫുഡ് ഇവിടെ കുപ്പികളും ഫുഡും വേസ്റ്റും എല്ലാം ഇവിടെ തന്നെ ഇട്ടിട്ട് പോകുന്നതുകൊണ്ട് ഇവർക്കും മെനക്കേടായി. കാരണം ഇത്രയും നല്ലൊരു അട്രാക്ഷൻ ചെയ്തു വെച്ചിട്ട് അതിങ്ങനെ വൃത്തികേടാക്കി കഴിഞ്ഞാൽ ഓഫ്കോഴ്സ് അതുകൊണ്ടാണ് കയറുമ്പോൾ 50 രൂപ കൊടുത്ത് കയറാനുള്ള ഇത് വന്നത്. വെറുതെ വടി കൊടുത്ത് അടി മേടിക്കുന്നതെന്ന് പറയത്തില്ല, അതുപോലെ തന്നെ ഇത് ഇച്ചിരി ഡീസൻ്റ് ആക്കി എന്നാൽ ഒരു നല്ല അട്രാക്ഷനാണ്. കുളമാക്കാതിരുന്നെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഫ്രീ ആയിട്ട് ഇറങ്ങി പോകാൻ പറ്റിയാണ്. അതുകൊണ്ട് എന്നിട്ടും വ്യത്യാസമൊന്നുമില്ല. ഐസ്ക്രീമിൻ്റെ വേസ്റ്റൊക്കെ താഴെ തന്നെ ഇട്ടിട്ടാണ് എല്ലാവരും പോകുന്നത്. പറഞ്ഞിട്ട് കാര്യമില്ല. അതാണ് ഇന്ത്യയിൽ നിന്ന് വെളിയിലിറങ്ങിയാലുള്ള വ്യത്യാസം. അവിടെ ഞാൻ വേസ്റ്റ് ഇടത്തില്ല എന്നല്ല പറയുന്നത്, ചിലപ്പോൾ ഇടും, ചിലപ്പോൾ ഇടുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ മനഃപൂർവ്വം ഇടത്തില്ല. ഈ കൈതട്ടി പോകുന്ന വേസ്റ്റ് അല്ലാതെ ഇട്ടിട്ട് പോകത്തില്ല. നമ്മുടെ ഇവിടെ ആണെങ്കിൽ മനഃപൂർവ്വം ആര് നോക്കാനാന്ന് പറഞ്ഞ് ഇട്ടിട്ടങ്ങ് പോകും. അതാണ് പ്രശ്നം വരുന്നത്, അതാണ് വ്യത്യാസം. ഇവിടെ നിന്ന് ഇറങ്ങട്ടെ. എനിക്കിവിടെ ഇഷ്ടപ്പെട്ട സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാർ പാർക്കിംഗ് ഏരിയ എനിക്ക് ഇഷ്ടപ്പെട്ടത്. കാരണം ഇങ്ങോട്ട് വരാൻ ട്രാഫിക് ഉണ്ടാക്കാതിരിക്കാൻ, ലൈക്ക് ഫ്രണ്ടിലെല്ലാം പാർക്ക് ചെയ്ത് ട്രാഫിക് ഉണ്ടാകാതെ അവരങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം കൊടുത്തത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇവിടെ എന്താ സെലിബ്രേഷൻ സംഭവമല്ലോ. ഏതോ ഒരു ന്യൂസ് ചാനലാട്ടോ. എക്സിറ്റ് എവിടെ, എക്സിറ്റ് എവിടെ, എക്സിറ്റ് എവിടെ? വേർത്ത് കുളിച്ചങ്ങ് ഇല്ലാണ്ടായി. സബാഷ് ബേട്ടാ സബാഷ്. ട്രാഫിക് ഉണ്ടോ സൈഡിൽ? ഈ ഒരു ഭാഗത്തെ ട്രാഫിക്കാ. നമ്മൾ അവിടെ കൂടെയാ ഇറങ്ങിപ്പോയാൻ ശ്രമിക്കാൻ പോകുന്നു. രണ്ട് സൈഡിലത്തെ ട്രാഫിക്കും ഉണ്ടോ? കൊള്ളാം. ഞാൻ വണ്ടി ഓടിക്കട്ടെ? ഓക്കെ, നമുക്ക് വണ്ടി ഓടിക്കാം. ട്രാഫിക്കിനകത്ത് വണ്ടി ഓടിച്ചു പോവാം. നീ ക്യാമറ പിടിച്ചാൽ മതി. വണ്ടി എവിടെ, വണ്ടി എവിടെ? നമ്മൾ അങ്ങനെ ഇറങ്ങാൻ പോവാണ്. ഏത് വഴിയാ? ഈ വഴി. ഇതെവിടെയോ കാശ് അടയ്ക്കണമല്ലോ. നമ്മൾ കയറിയപ്പോൾ ഇവിടെ ആണെന്ന് തോന്നുന്നു കാശ് അടയ്ക്കുന്നു. അങ്ങനെയാ? അപ്പുറത്തെ ഉണ്ടോ ട്രാഫിക്? ആഹാ, കൊള്ളാമല്ലോ. നമ്മൾ വന്ന വഴിയിലൂടെ തന്നെ തിരിച്ചു പോവാ. ഇത് കൊള്ളാമല്ലേ? അത് കാണുമ്പോൾ എനിക്ക് ഇപ്പോഴും എന്തൊരു കുളിര്. പറാട്ട കഴിക്കാൻ വന്നു. ഏതെങ്കിലും 2 ടൈപ്പോ? അങ്ങനെ അങ്ങനെ മൊത്തവും കഴിച്ച് വയറ് ഫുള്ളായി. കഴിച്ചതിൻ്റെ അസ്ഥി കൂടെ ഇരിക്കുന്നുണ്ടോ? കഴിച്ചതിൻ്റെ അസ്ഥി കൂടെ ഉണ്ട്. ഇനിയും വേറൊന്നുമില്ല, തിരിച്ച് വീട്ടിലോട്ട് പോവാം. അപ്പോൾ ഞാൻ എൻ്റെ വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യുവാണ്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കല്ലേ കേട്ടോ. അത് സബ്സ്ക്രൈബ് ചെയ്യാതെ എല്ലാവരും പോകുന്നത് കാണുന്നുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഇഷ്ടപ്പെട്ടാൽ ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ
നാളെ ഒരു പുതിയ വീഡിയോ ആയിട്ട് വരാം. ഗുഡ് നൈറ്റ്, ബൈ ബൈ.